ഒരു മാസം 3000 കോടിയുടെ മുകളിൽ ടോൾ വിരിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ ഓണർഷിപ്പിലുള്ള റോഡാണ് കർണാടകയിലെ നൈസ് റോഡ്. പേരുപോലെ തന്നെ ഭയങ്കര നൈസാണ്. ഇതിലൂടെ വണ്ടി ഓടിക്കാനും യാത്ര ചെയ്യാനും എല്ലാ കാര്യത്തിനും. റോഡ് ഭയങ്കര നൈസായത് കൊണ്ടല്ല കേട്ടോ നൈസ് റോഡ് എന്ന് പേരിട്ടേക്കുന്നത്. നന്ദി ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എൻ്റർപ്രൈസസ്, ഇതാണ് നൈസ് റോഡിൻ്റെ ഫുൾ നെയിം. ഏകദേശം 13,237 ഏക്കർ ചിലവാക്കിയിട്ട് 113 കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ ആണ് ശരിക്കും പറഞ്ഞാൽ ടോൾ റോഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കുറേ പേർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്രയും ഏക്കർ സ്ഥലം എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ നീളത്തിൽ വാങ്ങിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ റോഡ് പോലെ വാങ്ങിക്കാൻ സാധിച്ചതെന്നൊക്കെ. ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിലാവുമ്പോൾ ആൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അതാൾ വാങ്ങിച്ചെടുത്തതാണോ എങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും. പിന്നെ കഥകൾ അങ്ങ് തുടങ്ങുന്നത് 1990-കൾക്ക് ശേഷമാണ്. നിലവിൽ ബാംഗ്ലൂരിനെ മൈസൂരിനെ ബന്ധിപ്പിക്കുന്ന ഏകദേശം 111 കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ, അതിനകത്തെ ഒരു ഭാഗമാണ് നൈസ് റോഡ് എന്ന് പറയുന്നത്. 1990-കൾക്ക് ശേഷം ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ ഗതാഗതം വളരെ അധികമായി തന്നെ വർദ്ധിക്കുകയും 3 to 4 മണിക്കൂർ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സമയമെടുക്കുന്ന സാഹചര്യത്തിലാണ് ബാംഗ്ലൂർ മൈസൂർ ഹൈവേയെ പറ്റി കർണാടക സർക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് BMICPയും NICയും കരാറിൽ ഒപ്പുവെക്കുകയും അങ്ങനെ നൈസ് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ബാംഗ്ലൂർ മൈസൂർ ഹൈവേ പൂർണ്ണമായും ഗതാഗതത്തിന് സജ്ജമാവുകയും ചെയ്തത്. അതായത് പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകിയതും ലാൻഡ് അക്വിസിഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് കർണാടക സർക്കാരാണ്. പക്ഷേ നൈസ് റോഡ് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തത് NIC ആണ്. പദ്ധതിക്ക് ആവശ്യമായ അതിഭീമമായ തുക കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് NICനെ നിലവിൽ ടോൾ പിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചേക്കുന്നത്. ഏകദേശം 10 കോടി രൂപയാണ് നിലവിൽ ടോൾ പിരിക്കുന്നത്. ഏകദേശം 30 കൊല്ലത്തേക്ക് ഈ റോഡിൻ്റെ ഉടമസ്ഥാവകാശവും NICക്ക് തന്നെയാണ്. അതായത് നിലവിലിപ്പോൾ NICയുടെ ഓണറായ അശോക് കെന്നിയുടെ ഉടമസ്ഥാവകാശത്തിലാണ് നൈസ് റോഡ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ടോൾ പിരിക്കുന്നത്. എന്നാൽ 30 വർഷത്തിന് ശേഷം കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗമാവും. അപ്പം എല്ലാം പറഞ്ഞാൽ ഓക്കെ, ബൈ.